ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാരനായി നടപടിയെടുക്കുന്നതാണ്. ഇത്രയും വലിയ വിവാദം വന്നിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇത്രയും കോടി രൂപ കൊള്ളയടിച്ചു. അതിനുള്ള ധൈര്യം ഈ പോണ പോക്കിൽ എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോക്കാണ്. കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തക വിതരണം ഇന്ന് ആരംഭിക്കുകയാണ്. തുഗ്ലക് പരിഷ്കരണം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത് കുട്ടികൾ പഠിച്ചിരുന്ന കാലത്തേക്ക് മടങ്ങി പോകണമെന്ന നിലപാട് കോൺഗ്രസിനുണ്ടോ? അതൊന്നുമല്ല, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യട്ടെ. ഒരു പ്രാവശ്യത്തെ ആണ് UDF ഭരണകാലത്ത് പാഠപുസ്തകത്തിന്റെ ഒരു ഡിലേ വന്നത്. അത് അതിന്റെ ഓർഡർ കൊടുക്കുന്നത് സംഭവമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ അത് ഊതി വീർപ്പിച്ച് UDF ഭരിച്ച 5 കൊല്ലവും ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് പഠിച്ചതെന്നൊക്കെ അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം വൈകി. ഞാനന്ന് UDF MLA ആയിരുന്നപ്പോൾ അതിനെ വിമർശിച്ച ആളാണ്. ഒരു പ്രാവശ്യം വൈകി. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് വൈകിയത്. അതിനു മുമ്പ് LDF ഭരിച്ച കാലത്തൊക്കെ വൈകിയിട്ടുണ്ട്. സമയത്ത് പുസ്തകം കൊടുക്കുന്ന നല്ല കാര്യം. പക്ഷേ ഈ പാഠപുസ്തകങ്ങളുടെ കരിക്കുലം ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് ഈ ഗവൺമെന്റ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിലെല്ലാം ഭയങ്കര പരാജയമാണ്. പുസ്തകം അടിച്ചു കൊടുത്താൽ പോരല്ലോ, കാലത്തിനനുസരിച്ചുള്ള മാറ്റം. സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് ശേഷം മറ്റു വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. രജീഷ് തുടരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നന്ദഗോവിന്ദം ഭജൻസിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് രജീഷ് പറഞ്ഞു. ആ പരിപാടിയിൽ ഒരു പ്രോഗ്രാം നോട്ടീസൊക്കെ ഉണ്ടാവുമല്ലോ. ആ നോട്ടീസിൽ സ്വാഭാവികമായും ഏതൊക്കെ പരിപാടിയാണെന്നുള്ളത് കൃത്യമായി ഉണ്ടാവുകയും ചെയ്യും. അതിൽ പോലും ഇത് വന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം പച്ചയായിട്ടാണ് അവിടെ കൊള്ള നടന്നിരിക്കുന്നത്? നൗഫൽ സൂചിപ്പിച്ച പോലെ തന്നെ അന്ന് അവരുടെ ഷെഡ്യൂൾ, അതായത് സംശയമുള്ളവർക്ക് അന്ന് അവരുടെ പരിപാടിയുടെ ഷെഡ്യൂൾ എടുത്തൊക്കെ കൃത്യമായി അറിയാൻ കഴിയും അവരെവിടെയായിരുന്നുള്ളത്. ഈ നോട്ടീസിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ പരിപാടിയിൽ ക്ഷണിക്കുകയോ അവർ ആ പ്രദേശത്ത് എത്തുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടാണ് അവരുടെ പേരിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരുപക്ഷെ നമ്മളറിയാത്ത ഒരുപാട് തട്ടിപ്പുകൾ ഇതിന്റെ പിന്നിൽ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പേരിലും 8 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രതിപക്ഷമടക്കം ഇത് വലിയ രീതിയിൽ ആയുധമാക്കാനും ഒരുങ്ങുകയാണ്. ഇതിനെതിരെ ശക്തമായി സർക്കാരിനെതിരെ അടക്കം ആഞ്ഞടിക്കുന്ന ഒരു സമീപനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട VD സതീശൻ അടക്കം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ VN വാസവൻ അടക്കം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല അവകാശ ലംഘനത്തിലുള്ള നോട്ടീസ് നൽകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ സർക്കാരിനെ ആകെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അയ്യപ്പ ഭക്തന്മാരെയും ഒക്കെ കൂടെ നിർത്താനായി CPM ഇടതുമുന്നണി നടത്തിയ ഒരു പരിപാടിയാണ്. ഇപ്പോൾ അവർക്ക് തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയാവുന്ന തരത്തിലേക്കാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വരുന്ന വാർത്തകൾ. വലിയ തട്ടിപ്പ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നാണ് തെളിവുകളടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നൗഫൽ, രജീഷ്, കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി ഇതുമായി പ്രതികരിക്കാൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കാര്യമായ പ്രതികരണം നടത്താതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അദ്ദേഹം ഇന്ന് പ്രതികരിക്കാനുള്ള വല്ല സാധ്യതയുമുണ്ടോ? അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതിന് വിഭിന്നമായുള്ള റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം, കണക്കുകളെല്ലാം ദേവസ്വം ബോർഡാണ് വ്യക്തമാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് തനിക്ക് ഇനിയൊന്നും പറയാനില്ല, നേരത്തെ നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണെന്ന് കൂടി ഇപ്പോൾ വ്യക്തമായ സാഹചര്യത്തിൽ ശക്തമായ നിലപാട് വരും നിയമസഭാ സമ്മേളനങ്ങളടക്കം പ്രതിപക്ഷം എടുക്കാൻ സാധ്യതയുണ്ട്. ഇനി എന്തായിരിക്കും CPM-ഉം ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും വിശദീകരിക്കാൻ പോകുന്നതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ തെളിവ് സഹിതമാണ് ഓരോ വാർത്തകളും പുറത്തു വന്നിരിക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസിന്റെ ആണെങ്കിലും ഒപ്പം തന്നെ കണക്കുകൾ പൊരുത്തപ്പെടാത്തതും ടെൻഡർ വിളിക്കാത്തതും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രി വ്യക്തമാക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. അദ്ദേഹം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ഇന്ന് പ്രതികരിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഓരോ കണക്കുകൾ കൃത്യമായി ഇങ്ങനെ പുറത്തു വരുന്ന സമയത്ത് CPM-ന് അത് പ്രതിരോധിച്ചും അതിൽ വിശദീകരിക്കേണ്ടതും അനിവാര്യമാണ്. ഒരുപക്ഷെ ഇന്നോ നാളെയോ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണം ഈ അയ്യപ്പ സംഗമത്തിന് പണം ചെലവിടേണ്ടത് എന്നുള്ളത് കോടതിയുടെ പ്രത്യേക നിർദ്ദേശമായിരുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഇതിനായി പണം ചെലവഴിക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ?
ഒരിക്കലും ഇല്ല എന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല പണങ്ങളും തിരിച്ചടക്കാനുണ്ട്. ഇപ്പോഴും ബാക്കി നിൽക്കുന്ന അടക്കമുള്ള കണക്കുകളുടെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഒരു പണം പോലും ഇതിലേക്ക് ചിലവഴിക്കുന്ന കൃത്യമായ നിർദ്ദേശമുണ്ട്. അത് കൃത്യമായി പാലിക്കപ്പെട്ടെന്നടക്കമുള്ള സംശയം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാരും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഇതിൽ വിശദീകരിക്കേണ്ടത് അത്യാവശ്യമായി വരികയാണ്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ ജാഥയൊക്കെ നടക്കാൻ ഇതിലടക്കം ഈ വിഷയങ്ങൾ ഉയർന്നു വരാനും ചോദ്യങ്ങൾ ഉയരാനും ഒക്കെ സാധ്യതയുണ്ട്. എന്തായാലും ദേവസ്വം വകുപ്പ് മന്ത്രിയെയും വകുപ്പിനെയും അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് കണക്കുകൾ വരുന്നത്. വലിയ ക്രമക്കേടിന്റെ വാർത്തകൾ ഓരോ നിമിഷവും പുറത്തുകൊണ്ടിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം ഇടതുമുന്നണിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാവുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്.